ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് രേണു ചേച്ചിയെക്കുറിച്ചാണ് പറയുന്നത്. രേണു സുധി അങ്ങനെ പറയാനല്ലേ നമുക്ക് കൃത്യമായിട്ടും പറയാൻ മനസ്സിലാക്കുള്ളൂ. അല്ലാതെ കുറേ രേണുമാർ കാണത്തില്ലേ. പിന്നെ രേണു എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും മനസ്സിൽ രേണു സുധിയുടെ മുഖം തന്നെയായിരിക്കും വരുന്നത്. ഞാൻ അങ്ങനെ ഓൺ വോയിസ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ച ഒരാളെയല്ല. പിന്നെ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൻ്റെ ആ ഷോ കണ്ടപ്പോഴാണ് എനിക്ക് എന്തായാലും എൻ്റെ മനസ്സിലുള്ള കാര്യം പറയണമെന്ന് വിചാരിച്ചത്. രേണു ചേച്ചി ബിഗ് ബോക്സിലായിക്കോട്ടെ അല്ലെങ്കിൽ എവിടെ ആയിക്കോട്ടെ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യം എന്നറിയാമോ, ഞാൻ വിധവയായതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെ അറ്റാക്ക് ചെയ്യുന്നത്, സൈഡ് ബുള്ളി ചെയ്യുന്നത് എല്ലാം. ഞാൻ വിധവയായതുകൊണ്ട് സുചാരൻ കൂടെ ഞാൻ എങ്ങനെ കേൾക്കുമായിരുന്നു. അല്ല ചേച്ചി, സുചാരനുള്ള സമയത്ത് ചേച്ചി ഈ ഒരു ക്യാരക്ടറിലാണ് മുന്നോട്ട് പോരുന്നെങ്കിൽ ഒരു മനുഷ്യൻ പോലും കുറ്റം പറയില്ല. പിന്നെ ആർക്കാളും മനുഷ്യനല്ലേ മാറ്റം ആവശ്യം. ചേച്ചി നേരത്തെ ഇപ്പോൾ നാടൻ ലുക്കിലുള്ള എത്രയോ പെൺകുട്ടികൾ മോഡേൺ ലുക്കിലേക്ക് വരുന്നു. അതിലൊന്നും ഞാൻ ഒരു കുറ്റവും പറയുന്നില്ല. പിന്നെ നമുക്ക് നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വമല്ലേ, അത് വിട്ട് പെരുമാറുന്നു, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതിനെക്കുറിച്ച് ഞാൻ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നമ്മുടെ ആ സിംഗറായിട്ടുള്ള ചേട്ടൻ അക്ബർ ചേട്ടൻ ചേച്ചിനെ സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞു. സെപ്റ്റിക് ടാങ്ക് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ രേണുവിനെ പറഞ്ഞത് ശരിയാണോ. അപ്പം ചേച്ചി പറയുന്നുണ്ട്, അത്രയും മനുഷ്യൻ്റെ വിസർജനത്തെക്കുറിച്ചല്ല എന്നെ താരതമ്യം ചെയ്തത്. അതേപോലെ തന്നെ അവിടെ അനീഷ് എന്ന് പറഞ്ഞ ചേട്ടനെ ആ രണ്ട് പെൺപിള്ളേരില്ലേ, ലെസ്ബിയൻ പെൺപിള്ളേർ, അവർ അപ്പീന്നാണ് പറഞ്ഞത്. പിന്നെ ഏറ്റവും ഇഷ്ടമില്ലാത്തത് ഇഷ്ടമല്ല, നമ്മുടെ ഈ ചൊറിയും ആ പീസായിട്ട് ഞാൻ അനീഷേട്ടനാണ് വിളിക്കുന്നത്, മിസ്റ്റർ അപ്പി. രേണുസുതിയെ വിളിച്ച് ശരിയായില്ലെന്ന് എല്ലാവരും പറയുന്ന പോലെ അനീഷേട്ടനെ വിളിച്ചത് ശരിയാണോ? അവിടെ ആ ടീമിൽ തന്നെ രേണുവിനെ പറഞ്ഞപ്പോൾ അയ്യോ എന്ന് അനീഷിനെ പറഞ്ഞപ്പോൾ ആഹാന്നു. ഇതെന്താ ഇത്? രേണു ചേച്ചി കിട്ടേണ്ട അതേ നീതി ന്യായം അനീഷേട്ടനും കിട്ടേണ്ടതല്ലേ? എന്താണ് സമൂഹം ഇങ്ങനെ?